ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം 1-ാം ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഈ വർഷത്തെ തപസ്സുകാലത്തിലെ ഓരോ ഞായറാഴ്ചകളിലെയും സുവിശേഷ ഭാഗങ്ങൾ അത് വളരെ മനോഹരമായി ഒരു മനുഷ്യ ജീവിതത്തെ നമുക്ക് മുമ്പിൽ ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പല ഭാഗങ്ങളെ, അവൻ്റെ ജീവിത പ്രതിസന്ധികളെ, അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റെടുക്കേണ്ടി വരുന്ന ജീവിതാവസ്ഥകളെയൊക്കെ ഈ സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഈ തപസ്സുകാലം എന്ന് പറയുന്നത് അത് തപസ്സുകാലത്തിൽ മാത്രം സംഭവിക്കേണ്ട ഒരു ജീവിതാവസ്ഥയല്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഉടനീളം അവൻ മനസ്സിൽ കരുതേണ്ട ഒരു ജീവിതാവസ്ഥയുടെ പേരാണ് ഈ തപസ്സുകാലം. കാരണം തപസ്സുകാലത്തിൽ ഞാൻ എന്നെ തന്നെ പരുവപ്പെടുത്തുകയാണ്. എൻ്റെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനോടൊപ്പം ഞാൻ എന്നെ തന്നെ വിമലീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ജീവിത സന്ധികളെ, ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ സുവിശേഷത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആദ്യത്തെ പടിയാണ് അവൻ്റെ ഈ ജീവിതത്തിലെ പ്രലോഭനങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഇന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് യേശുനാഥൻ്റെ 40 ദിവസത്തെ ഉപവാസത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഉപവാസം നടക്കുന്നത് അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം ആത്മാവ് അവൻ്റെ മേൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന ദൈവത്തിൻ്റെ സ്വരം കേൾത്തതിന് ശേഷം ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശുനാഥൻ എന്തിനാണ് ഈ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകേണ്ടി വന്നത്, മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത്. അപ്പോൾ ഇത് ഓരോ മനുഷ്യ ജീവിതത്തിലും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ചില മനുഷ്യർ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തോറ്റുപോകും, ചില മനുഷ്യർ വിജയിക്കും. ഈ യേശുനാഥൻ്റെ ഇത് വിജയിച്ചതിൻ്റെ കഥയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഇത് യേശുനാഥൻ തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. കാരണം പലരും ഈ സംഭവത്തെ സംശയിക്കുന്നുണ്ട്. കാരണം പിശാച് പ്രത്യക്ഷപ്പെടുകയും യേശുനാഥനെ പരീക്ഷിക്കുകയും ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് പലരും സംശയത്തോടെ കാണുമ്പോൾ യേശുനാഥൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നടന്ന സംഭവം തന്നെ ആയിരിക്കണം. കാരണം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന അവൻ്റെ സ്വഭാവം, അവൻ പലപ്പോഴും ദൈവവുമായി സംസാരിച്ചിരുന്നത്, അപ്പോൾ ആ കാര്യങ്ങൾ ഇവൻ ഉപവസിച്ചിരുന്നിരിക്കാം. അവൻ ദൈവത്തിനു വേണ്ടി അവൻ്റെ മിഷൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് അവൻ ദൈവത്തോടൊപ്പം ഈ ഉപവാസത്തിൽ ഏർപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് യേശുനാഥൻ ഈ ഒരു ഉപവാസത്തിലേക്ക് അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിലേക്ക് കടന്നു വന്നത്? അപ്പം ബൈബിളിൽ നമുക്ക് 2 തരത്തിലുള്ള പരീക്ഷണങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ട്രയലാണ്, മറ്റൊന്ന് ടെംപ്റ്റേഷനാണ്. അതായത് ഒന്ന് പരീക്ഷണമാണ്, രണ്ടാമത്തേത് അത് പൈശാചികമായ ഒരു ഇടപെടലാണ്. അതിൻ്റെ പേരാണ് ഈ ടെംപ്റ്റേഷൻ അഥവാ പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് പ്രലോഭനമാണ്, മറ്റേത് ട്രയലാണ്. ഈ ട്രയൽ എന്ന് പറയുന്നത് പരീക്ഷണമാണ്. പരീക്ഷണം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം മനുഷ്യരെ പരീക്ഷിക്കുന്നുണ്ട്. അവൻ ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരെ പരീക്ഷണത്തിലൂടെ കടന്നു പോകാൻ അവൻ അനുവദിക്കുന്നത് ജീവിതത്തിൽ ഇനി വരുന്ന വലിയ പ്രതിസന്ധികൾ നേരിടാനുള്ള കരുത്ത് പകരുന്നതിന് വേണ്ടിയാണ്. ഇത് അവനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ അവനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ പ്രലോഭനം എന്ന് പറയുന്നത് പിശാച് ഒരുവനെ വീഴ്ത്താനായി നടത്തുന്ന സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവരുടെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഈ ടെംപ്റ്റേഷനെ ദൈവം ട്രയലാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ തമ്പുരാൻ അത് ഇടപെടുകയും ആ പ്രലോഭനങ്ങളെല്ലാം പരീക്ഷണങ്ങളാക്കി നമ്മളെ വിജയിപ്പിക്കുകയും ചെയ്യാം. അതിനുവേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ യേശുനാഥൻ്റെ ജീവിതത്തിൽ നമുക്കത് അക്ഷരാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും പ്രലോഭനത്തിൽ വീണ് പോയിട്ടുണ്ട്. ആദ്യ മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. എല്ലാ സുഖസൗകര്യങ്ങളുടെ നടുവിലും അവർ പ്രലോഭനത്തിൽ വീണു പോവുകയാണ്. ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിലൂടെ നടക്കേണ്ടി വന്നപ്പോൾ ദൈവം അവർക്കെല്ലാം നൽകുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള അപ്പവും മാംസവും ഒക്കെ നൽകി അവരെ പരിപോഷിച്ചിട്ടും അവർ പ്രലോഭനത്തിൽ വീണുപോയി. പക്ഷെ അവർക്ക് ദൈവം കൊടുത്ത ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് യേശുനാഥൻ നമുക്ക് മാതൃകയായി നമ്മുടെ ജീവിത സമരങ്ങളിൽ ഉണ്ടാകുന്ന ഈ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് അതിന് വിജയിച്ച് കാണിച്ചിരുന്നുണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളുടെ നടുവിലും പലരും തോറ്റുപോയപ്പോഴും മരുഭൂമിയിൽ അവൻ ഈ 40 ദിനരാത്രങ്ങളിൽ ഒന്നുമില്ലാതെ ശരീരത്തിന് വേണ്ടതുപോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ ഈ പരീക്ഷണത്തിൽ വിജയിച്ച് നമുക്കൊരു മാതൃകയാണ്. ഈ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് യേശുനാഥൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് ഈ മിഷൻ ഏറ്റെടുത്തിരിക്കുന്നത്.
അവൻ ഈ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഓരോരുത്തർക്കും മാതൃക നൽകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവൻ നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം തുണയായി വരുന്നുണ്ട്. ആരാണ് ഈ ദൈവം? ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ യേശുനാഥനാണ്. നമ്മൾ ഇനി വരുന്ന അടുത്ത ആഴ്ചത്തെ സുവിശേഷത്തിൽ രൂപാന്തരപ്പെടുന്ന യേശുനാഥനെ കുറിച്ച് കാണും. അപ്പോൾ അവൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കും, ഞാനാണ് ദൈവം എന്നുള്ള കാര്യം. അപ്പോൾ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ദൈവം നമുക്ക് മുൻപിൽ ഒരു മാതൃകയെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തപസ് കാലത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വിളിയും അതാണ്. അപ്പോൾ തപസ് കാലത്തിൽ മാത്രം ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രലോഭനങ്ങളെയും നമ്മൾ പരീക്ഷണങ്ങളാക്കി മാറ്റി ദൈവത്തിന് വേണ്ടി വിജയിക്കുന്ന മനുഷ്യരായി മാറണം. അപ്പോൾ എന്തിനാണ് യേശുനാഥൻ ഈ പരീക്ഷണത്തിലൂടെ കടന്നു പോയിട്ട് വന്നത്? ഇത് അവന് വേണ്ടി ആയിരുന്നില്ല. വരാനിരിക്കുന്ന വലിയൊരു മനുഷ്യ സമൂഹത്തിന് മുഴുവൻ കൃപയുടെ ദാനങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ അവൻ മനുഷ്യ സമൂഹത്തിന് മുഴുവനും കൃപാദാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അവൻ ഈ പരീക്ഷണത്തിലൂടെ കടന്നു പോകുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില പരീക്ഷണാവസ്ഥകളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുന്നത് ചില മനുഷ്യർക്ക് അനുഗ്രഹമാകാനാണ്. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമാകാനും ചിലരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ കൊടുക്കാനുമാണ്. അപ്പോൾ യേശുനാഥൻ ഈ പരീക്ഷണത്തെ വിജയിച്ചതുകൊണ്ട് അവന് വലിയ ഒരു കൃപയുടെ അടയാളമായി മാറാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിത പരിസരങ്ങളിലും ഇതുപോലുള്ള പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് യേശുനാഥൻ ഈ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാകുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാം. ആ പരീക്ഷണങ്ങളെ നേരിടാനുള്ള കൃപയും തമ്പുരാൻ നൽകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത പ്രതിസന്ധികളിൽ, എൻ്റെ ജീവിത പരിസരങ്ങളിൽ ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ ഈ മരുഭൂമി അനുഭവം എൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാവാം. ഞാൻ വിചാരിക്കാത്ത രീതിയിൽ എനിക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രതിസന്ധികൾ പോലും ഈ മരുഭൂമി അനുഭവമാണ്. അപ്പോൾ അവിടെ വിജയിക്കാനുള്ള കൃപയും ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ കടന്നു പോകുന്ന ഈ വഴികൾ ഇത് കൃപയുടെ വഴികളായി മാറും, വലിയ അനുഗ്രഹങ്ങളുടെ വഴികളായി മാറും. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ചില മനുഷ്യർ സ്വയമേവ ഇത് ഏറ്റെടുക്കുന്നുണ്ട്, മറ്റു മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ നൽകുവാനായി മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്, അതായത് സങ്കടങ്ങളും ദുഃഖങ്ങളും സ്വയം ഏറ്റെടുക്കുന്ന മനുഷ്യരുണ്ട്. വളരെ വിശുദ്ധരായ മനുഷ്യർ ഈ ലോകത്തുണ്ട്. എന്നാൽ ചിലവർക്ക് മറ്റു പലരിൽ നിന്നും ഇതുപോലുള്ള മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങളിൽ, രണ്ട് അവസരങ്ങളിലും ചിന്തിക്കേണ്ടത് ദൈവം കൃപയുടെ ഒഴുക്കുകൾ നടക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ടാണ് സുവിശേഷം നമ്മൾ വായിക്കും, ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം മാലാഖമാർ വന്ന് യേശുനാഥനെ ശുശ്രൂഷിച്ചു എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും ഈ പരീക്ഷണഘട്ടങ്ങളിൽ നമുക്കുണ്ടാകും. ഈ ലോകത്തെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു സംഭവം 2019 ഇംഗ്ലണ്ടിൽ നടക്കുകയുണ്ടായി. അവിടെ ഒരു 5 വയസ്സുകാരനായ ഓസ്കാർ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് രക്താർബുദം എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖം പിടിപെടുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവന് ഈ ബ്ലഡ് മാറ്റിവെക്കാൻ ഒരു സ്റ്റെം സെൽ ദാതാവിനെ വേണം. ഇവൻ്റെ ബ്ലഡുമായിട്ട് യോജിച്ചു പോകുന്നത് ഒരു ദാതാവിനെ കണ്ടെത്തണം. വളരെ ശ്രമകരമായ ഒരു കാരണമാണ്. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും കൂടി ഇത് കിട്ടുന്നതിന് വേണ്ടി എല്ലാ സോഷ്യൽ മീഡിയകളിലും ഇത് അറിയിച്ചു. എന്നിട്ട് അവൻ്റെ സ്കൂളിൽ വെച്ചൊരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇവർക്ക് ഒരു ഉറപ്പുമില്ല ഏതെങ്കിലും മനുഷ്യർ കടന്നു വരുന്നു. 5 വയസ്സുള്ളവനാണ്, 3 മാസത്തിനുള്ളിൽ അവനെ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇവർ കാത്തിരിക്കുമ്പോഴാണ് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു സംഭവം നടക്കുന്നത്. ആ സ്കൂളിൻ്റെ മുൻപിൽ നീണ്ട നിരയാണ്, ഏതാണ്ട് 4500-ലധികം മനുഷ്യർ ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ തടിച്ചുകൂടി. അവരുടെ ബ്ലഡ് ഇവൻ്റെ ബ്ലഡുമായിട്ട് ചേരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. പക്ഷേ കോരിച്ചൊരിയുന്ന മഴയത്താണ് ഈ മനുഷ്യർ അവിടെ ഈ ക്യൂവിൽ നിന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. അങ്ങനെ ആ ക്യൂവിൽ നിന്ന മനുഷ്യരിൽ ഒരാളുടേത് അവന് ചേരുകയും അവന് അത് ഓപ്പറേഷൻ നടത്തി, സിംഗപ്പൂരിൽ വെച്ച് ഓപ്പറേഷൻ നടത്തി അവൻ സുഖം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ലോകത്തെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. ഈ മനുഷ്യർ എന്തിനാണ് ഈ കൊടും മഴ നനഞ്ഞ്, അതും കൊടും തണുപ്പുള്ള ഒരു സമയമാണ്, അവരവരുടെ സുഖങ്ങളെയും എല്ലാം ത്യജിച്ചുകൊണ്ട് അവരവിടെ എന്തിനാണ്? ഇവർ കടന്നുപോയ അനുഭവത്തിൻ്റെ പേരാണ് മരുഭൂമി അനുഭവം. അവർ ആ കുഞ്ഞിന് വേണ്ടി ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിന് വലിയൊരു അനുഗ്രഹം ലഭിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് ചിലരും ഈശോയായി മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. നമ്മുടെ ഏതവസ്ഥയിലുള്ള അനുഭവങ്ങളെ, മരുഭൂമി അനുഭവങ്ങളെ നമുക്ക് കൃപയുടെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അത് എൻ്റെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, വരാനിരിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ. അപ്പോൾ ഈ ഒരു സംഭവം നൽകുന്നൊരു പ്രതീക്ഷയും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഈ ദുഃഖങ്ങളിലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും തളർന്നു പോകാതെ നമ്മളെ ദൈവപുത്രനാക്കി മാറ്റാനുള്ള ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമായി ഇതിനെ കാണണം. ഇത് പ്രലോഭനമല്ല, നമ്മൾ തോറ്റുപോകേണ്ടിടമല്ല. ഇത് പിശാചിൻ്റെ പ്രലോഭനമല്ല, ഇത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള കൃപയും അവൻ നൽകുന്നുണ്ട്. ഇത് വലിയ അനുഗ്രഹങ്ങളുടെ ഇടമായി മാറുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ സൗഖ്യം കിട്ടിയതുപോലെ ഞാൻ കടന്നു പോകുന്ന ചില മരുഭൂമി അനുഭവങ്ങൾ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും ഇടമായി മാറുമെന്നുള്ള ചിന്തയിൽ നമുക്ക് ഈ തപസ്സുകാലത്തിലേക്ക് കടന്നു പോകാം.
നമുക്കുണ്ടാകുന്ന മരുഭൂമി ഇനങ്ങളൊക്കെ ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.